ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. കോഫി പൗഡറും നട്ട്സും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ കോഫി നട്ട് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കേക്ക് ട്രേ റെഡിയാക്കി വയ്ക്കുകയാണ്. അതിനായിട്ട് ട്രേയിലേക്ക് അല്പം ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഓയിലോ ബട്ടറോ ചേർക്കാവൂ. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ട്രേ റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് ചൂടുപാൽ അളന്നെടുക്കാം. നന്നായിട്ട് തിളച്ച പാൽ 1/2 കപ്പ് അളന്നെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കോഫി പൗഡർ മിക്സ് ചെയ്യണം. അതിനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം എടുക്കാൻ. ഞാനിപ്പോൾ ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത്. ബ്രൂ ഇൻസ്റ്റൻ്റാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ബ്രൂ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവുകളെല്ലാം കൃത്യമായിരിക്കണം. അളവുകൾ ഒരിക്കലും തെറ്റാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇത് മാവിലേക്ക് ചേർക്കാവൂ. മാറ്റി വയ്ക്കാം. കേക്കിലേക്ക് ആവശ്യത്തിനുള്ള മാവൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. സാധാരണ നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ അരിപ്പ് എടുത്തതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് ഒരിക്കലും ഒഴിവാക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്താലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവിൻ്റെ എല്ലാ ഭാഗത്തും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം എത്താനായിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 3 പ്രാവശ്യം മാവ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ വാൾനട്ട്, പിസ്ത, ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നട്ട്സിലേക്ക് അല്പം മൈദമാവിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് വിസ്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്ററോ ഏത് വേണമെങ്കിലും എടുക്കാം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം വേണം ബീറ്റായി കിട്ടാനായിട്ട്. ബീറ്ററാണെങ്കിൽ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് 2 കപ്പ് വേണ്ടത്. 2 കപ്പ് മൈദമാവ് എടുക്കുമ്പോൾ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഈ കേക്കിന് വേണ്ടത്. ഓരോ കേക്കിനും അളവുകൾ വ്യത്യസ്തമായിരിക്കും. ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത ശേഷം സ്പീഡ് കൂട്ടിയിട്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം.
ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഓരോ മുട്ടയായിട്ട് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുമിച്ച് 3 മുട്ടയും കൂടെ ഒഴിക്കരുത്. ഒരു മുട്ട ബീറ്റ് ചെയ്ത ശേഷം അടുത്ത മുട്ട ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 3 മുട്ടയും ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ മുട്ട ഒഴിച്ച് ബീറ്റ് ചെയ്യാം. മൂന്നാമത്തെ മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും ബട്ടറും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടറും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് ചേർക്കുന്നത്. അതിന് പകരമായിട്ട് 200 ഗ്രാം ബട്ടർ മാത്രമായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഓയിൽ ഒഴിക്കാതെ ബട്ടർ മാത്രമാണെങ്കിൽ 200 ഗ്രാം ചേർക്കണം. ഞാൻ 100 ഗ്രാം ബട്ടറും 100 ഗ്രാം ഓയിലുമാണ് ചേർത്തത്. ഓയിൽ ഒഴിച്ചിട്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മാവ് ചേർക്കാം. മാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഫോൾഡ് ചെയ്യാനായിട്ട് തടി സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പാച്ചിലോ എടുക്കണം. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒരേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്യണം. നല്ല പതുക്കെ മാത്രമേ ഫോൾഡ് ചെയ്യാവൂ. കുറേശ്ശെ മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഒരുമിച്ചിട്ട് ഇടുകയാണെങ്കിൽ കട്ട പിടിക്കും. പെട്ടെന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. മുഴുവൻ മാവ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. പാലിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർക്കാം. നട്ട്സ് ചേർക്കുമ്പോൾ മൈദമാവ് മിക്സ് ചെയ്ത് മാത്രമേ ചേർക്കാവൂ. മൈദമാവ് മിക്സ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ട് നട്ട്സ് കിടക്കും. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നട്ട്സ് വരണമെങ്കിൽ മൈദമാവിൽ മിക്സ് ചെയ്ത് മാത്രമേ ചേർക്കാവൂ. നട്ട്സ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം.
ഇനി നമുക്ക് കേക്ക് ട്രേയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു വളയം വെച്ചിട്ട് അതിലാണ് കേക്ക് ട്രേ വയ്ക്കുന്നത്. ഉപ്പോ മണലോ ഒന്നും ഇടുന്നില്ല, ഒരു വളയം മാത്രമേ വെച്ചിട്ടുള്ളൂ. കേക്ക് ട്രേയിൽ മാവ് ഒഴിച്ച ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ചൂടായ കുക്കറിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്യണം. 45 മിനിറ്റ് ആയപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ പച്ച കേക്കിലോ എടുത്തിട്ടൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കേക്ക് ട്രേ കുക്കറിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തണുത്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റണം. താങ്ക്സ് ഫോർ വാച്ചിങ്.